വെൽക്കം ടു ദ വീഡിയോസ് ഓഫ് ഓസ്മിക് ട്വൽ ഹബ്. എന്തൊക്കെയുണ്ട്? എല്ലാവരും നന്നായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു മാലയായിട്ടാണ്. ഒരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയ മാലയായിട്ട്. അപ്പം നമുക്ക് നേരെ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കിയാലോ. ആദ്യമായിട്ട് ഞാൻ എടുത്തത് ബ്ലൂ കളർ ക്രിസ്റ്റലാണ്, ക്രിസ്റ്റൽ ബീഡാണിത്. അതുപോലെ നമ്പർ 3 ആൻറ്റിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ആൻറ്റിക്കിലെ ഈ ഒരു ടൈപ്പ് ബീഡാണ്. നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് നോക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഗിയർ വയർ വേണം. ഗിയർ വയർ ഉണ്ടെങ്കിൽ എന്തായാലും ഗിയർ ലോക്ക് വേണം, അല്ലാതെ നമുക്ക് ഗിയർ വയറിനെ പൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഗിയർ ലോക്കും എടുക്കാം. പിന്നെ നമ്മുടെ ആയുധങ്ങളായ പ്ലയറും കട്ടറും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെല്ലാം നോക്കാം. അയ്യോ, ഒരു കാര്യം മറന്നു. നമുക്കിത് ബാക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബാക്ക് ത്രെഡിലാണ് ഈ ഒരു മാല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നേരെ മാലയിലേക്ക് പോവാം. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെല്ലാം നോക്കാം. അപ്പം അറ്റത്തായിട്ട് ഞാനൊരു ആൻറ്റിക് ബീഡ് നമ്പർ 3 മണി ആൻറ്റി കളറുള്ളത് ഇടുന്നു. അതിനുശേഷം 2 ക്രിസ്റ്റൽ ബീഡ്, ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡ് 2 ഇട്ടു. പിന്നെ നമ്മൾ ആൻറ്റിക്കിൻ്റെ ആ ഒരു ബീഡ് ഇട്ടു. പിന്നെ വീണ്ടും 2 ക്രിസ്റ്റൽ ഇട്ടു. ഇതേ കണ്ടില്ലേ, ഇതുപോലെ. പിന്നെ വീണ്ടും ആൻറ്റിക് ബീഡ്, ക്രിസ്റ്റൽ ഇട്ടു. ഈ ഒരു മാല നമുക്ക് വേറൊരു തരത്തിലും ചെയ്യാം. നമ്മളത് ക്രിസ്റ്റൽ മാത്രം ഇട്ടിട്ട് നമ്മുടെ ആൻറ്റിക് ബീഡ് ലോക്കറ്റ് പോലെ 2 3 നടുക്ക് കൊടുത്താൽ അതും ഭംഗിയുണ്ടാവും. അത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും വീഡിയോയിൽ ആ ഒരു മാല ഉൾപ്പെടുത്താൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു മാല. നമുക്ക് ഈ മാല ഈ ഒരു ടൈപ്പിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. അതല്ലാതെ നീ കണ്ടില്ലേ, നമ്മുടെ ഒരു ഗിയർ വയറിൽ ഈ നടുഭാഗത്ത് മാത്രം നമുക്ക് ബീഡും ആൻറ്റിക്കും വെച്ചിട്ട് ഈ ഭാഗത്ത് നമ്മൾ ബാക്ക് ത്രെഡ് ഇട്ട് യോജിപ്പിച്ച് ഇങ്ങനെയൊരു മാല ചെയ്യാം. എന്തായാലും ഇത് മൊത്തം നിറഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ഒരു നെക്ലേസ് ആണ്.
നമ്മുടെ മാല ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് നെക്ലേസ്. അപ്പോൾ നമുക്കത് ഗിയർ ലോക്ക് ചെയ്യാം. അയ്യോ, എൻ്റെ ആൻറ്റിക് ബീഡ് ഇടാൻ ഞാൻ മറന്നു. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പം നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു ഡമ്മിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാല നമ്മൾ ഡമ്മിയിലിട്ടു. നല്ല ഭംഗിയില്ലേ കാണാൻ? ആ ഒരു ബ്ലൂ കളറും ആ ഒരു ആൻറ്റി കളറും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാല എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ അഭിപ്രായം ഒന്ന് പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു മാലയുമായി വരുന്നത് വരെ